ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് വളരെ വലിയ തോതിൽ വോളറ്റൈൽ സെക്ഷനാണ് ഉണ്ടായിരുന്നത്. ഇലക്ഷൻ്റെ റിസൾട്ട്, ബീഹാർ ഇലക്ഷൻ റിസൾട്ട് ഇന്ന് വരും. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം US മാർക്കറ്റിൽ സീവിയർ സെല്ലിംഗ് പ്രഷർ കണ്ടു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഇപ്പോൾ ഉള്ള ഏഷ്യൻ മാർക്കറ്റ്. ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിലുള്ളത്. ഇന്നലെ US ടെക്നോളജി കമ്പനീസിൽ ആണ് വലിയൊരു ഇടിവുണ്ടായിട്ടുള്ളത്. എന്നാൽ നമ്മളുടെ സ്റ്റോക്കുകൾ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത നമ്മളുടെ സ്റ്റോക്കുകളിൽ അങ്ങനെ ഒരു ഇടിവൊന്നും കണ്ടില്ല. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ US മാർക്കറ്റിൻ്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ വലിയ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും കണ്ടില്ല. അപ്പോൾ US മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് കാണാമല്ലോ. US മാർക്കറ്റ് ഏറ്റവും താഴെ കാണാം. US വിക്സ് 13% സ്പൈക്ക് ചെയ്തു. നാസ്ഡാക്ക് 2.29% ഇടിവ് രേഖപ്പെടുത്തി. ഡോ 1.65% ഇടിവ് രേഖപ്പെടുത്തി. മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും FTSE UK മാർക്കറ്റ് 1% ഇടിവ് രേഖപ്പെടുത്തി. ഡാക്സ് കാണാം 1.39% ഇടിവ് രേഖപ്പെടുത്തി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജപ്പാൻ മാർക്കറ്റ് നിക്കി 600 പോയിൻറ്റിൻ്റെ ഇടിവ്, 1.2% ഇടിവ്. കോസ്പി ആവട്ടെ, കൊറിയ ആവട്ടെ 2.13% ഇടിവ്. ചൈന ഫ്ലാറ്റാണ്. ഓസ്ട്രേലിയയും കാണാം 1.39% ഇടിവ് രേഖപ്പെടുത്തി. ഗോൾഡ് 4180 ആണ് ഇപ്പോൾ സ്പോട്ടുള്ളത്. ബിറ്റ് കോയിനും ഇടിവ് രേഖപ്പെടുത്തി. 1,00,000 താഴെ പോയി ബിറ്റ് കോയിൻ. ഡോ ഫ്യൂച്ചർ എന്നാൽ ഇപ്പോൾ സ്റ്റേബിളാണ്. ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് ഡോ ഫ്യൂച്ചർ. അപ്പോൾ അതായത് US മാർക്കറ്റിലെ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഇപ്പോൾ സ്റ്റേബിളായ നിൽക്കുന്നുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി കാണാം സ്പോട്ടുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ സ്പോട്ടുള്ളത് 25,822 ആണ്. 25,951 ആയിരുന്നു നമ്മളെ ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയിലും ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുണ്ട്. US മാർക്കറ്റിലാണെങ്കിൽ സീവിയർ സെല്ലിംഗ് പ്രഷർ, യൂറോപ്യൻ മാർക്കറ്റിലും സീവിയർ സെല്ലിംഗ് പ്രഷർ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഏഷ്യൻ മാർക്കറ്റിലുള്ള ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളുടെ പ്രകടനം. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് തിരികെ വരാം. നമ്മളെ ഈ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് അപ്സ്റ്റോക്കിൽ ഓപ്പൺ ചെയ്യാം. ചാർട്ടിൽ നിന്നൊക്കെ അപ്സ്റ്റോക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് ഫീച്ചർ അപ്സ്റ്റോക്കിലുണ്ട്. ഫ്രീ ആണ് അക്കൗണ്ട് ഓപ്പണിങ്. അപ്പോൾ ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെയധികം ഗുണകരമായിട്ട് ചാർട്ടിൽ നിന്ന് നമുക്ക് ബൈയും സെല്ലൊക്കെ ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് കമ്പനിയിൽ അപ്സ്റ്റോക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഉണ്ട്. ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിനെ ബാക്കപ്പ് ചെയ്യുന്നത്. ഈ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരുമ്പോൾ ഹീറോ മോട്ടോ കോർപ്പ് നെറ്റ് പ്രോഫിറ്റ് 15% ഇയർ ഓൺ ഇയർ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റവന്യൂ 16% വർധനവ് രേഖപ്പെടുത്തി ഹീറോ മോട്ടോ കോർപ്പ്. വോൾട്ടാസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 74% ഇടിവ് ഉണ്ടാക്കി. മുത്തൂറ്റ് ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് 87% വർധനവ് രേഖപ്പെടുത്തി. NSTL ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റാണ്. നെറ്റ് പ്രോഫിറ്റ് 14% വർധനവ് ഉണ്ടാക്കി. റവന്യൂവും 12% ഉയർന്നു. വിശാൽ മെഗാ മാർട്ട് നെറ്റ് പ്രോഫിറ്റ് 46% ഇയർ ഓൺ ഇയർ വർധനവ് രേഖപ്പെടുത്തി. CESC കമ്പനി അവരുടെ പുതിയ 4,500 കോടി രൂപയുടെ പ്രൊജക്റ്റ് ഒഡീഷ ഗവൺമെൻറ് അപ്രൂവൽ ചെയ്തു. ജുബിലാൻഡ് ഫുഡ് പാർക്ക്, ഡൊമിനോസ് പിസയുടെ പ്രൊമോട്ടേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 19% ഇയർ ഓൺ ഇയർ വർധനവ് രേഖപ്പെടുത്തി. LG ഇലക്ട്രോണിക്സ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 27% ഇടിവാണ് ഈ തവണ ഉണ്ടാക്കിയിട്ടുള്ളത്. ടാറ്റ മോട്ടോഴ്സ് നെറ്റ് ലോസ് 867 കോടി രൂപ നെറ്റ് ലോസ് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ തവണ 498 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനിയാണ്. റിലാക്സോ ഫുട്വെയർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് അവർ 36 കോടി രൂപ ഇത്തവണ കരസ്ഥമാക്കി. NBCC അവർ 340 കോടി രൂപയുടെ ഒരു നാഷണൽ ഹൈവേ പ്രൊജക്റ്റ് അവർക്ക് ലഭിച്ചു. ദിലീപ് ബിൽഡ്കോൺ കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ 22% ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. റവന്യൂവും 21% ഇടിവ് രേഖപ്പെടുത്തി. സൊനാറ്റ സോഫ്റ്റ്വെയർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 13% ഉയർന്ന് 120 കോടി രൂപ കരസ്ഥമാക്കി. നിപ്പോൺ ലൈഫ് ഇന്ത്യ കമ്പനി ഇവർ യൂറോപ്യൻ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായിട്ടുള്ള DWS ഗ്രൂപ്പായിട്ട് പുതിയ പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തു. PG ഇലക്ട്രോപ്ലാസ്റ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 86% ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്നുണ്ട്. അതൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിലുണ്ടാവും. ന്യൂസുകൾ സെർച്ച് ചെയ്യേണ്ട, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ നമുക്കൊരു ഈ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള റീൽസുകൾ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടാവും. അതിൻ്റെയും ലിങ്ക്, 2 അക്കൗണ്ടുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യുക. അറിവുകൾ വർദ്ധിപ്പിക്കുക. ചാനൽ എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. വൈകിട്ട് കാണാം. താങ്ക് യു.